നമസ്കാരം, ഞാൻ ഗിന്നസ് പക്രു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് webindia123.com. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് നേടിയ പുരസ്കാരം കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് അവാർഡായിരുന്നു. അതൊരു അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിന് കിട്ടിയ സ്പെഷ്യൽ ജൂറി മെൻഷനായിരുന്നു. അന്ന് അത് കിട്ടിയപ്പോൾ എനിക്ക് ഓസ്കർ കിട്ടിയ സന്തോഷമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് അത്തരത്തിലൊരു പ്രോത്സാഹനം തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ആ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് തമിഴിൽ പോയിട്ട് തമിഴിൽ ഡിഷും എന്നൊരു തമിഴ് ചിത്രം ചെയ്തു. അത് ഞാൻ വളരെ ടെൻഷൻ അടിച്ചല്ല, ഒരുപാട് പാടുപെട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ഏറ്റവും പ്രധാനം, എനിക്ക് ഏറ്റവും എൻ്റെ മുന്നിൽ കണ്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭാഷയായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്ന പണ്ണും അല്ലെങ്കിൽ എന്ന സൗഖ്യമാ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ തമിഴ് വാക്കുകൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാത്തൊരവസ്ഥയിലാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ ചെന്നു ആ പടത്തിലെ കഥാപാത്രത്തിന് എനിക്ക് ആ വർഷത്തെ മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടി, ഡിഷും എന്ന സിനിമയിൽ. അതും വളരെ പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. പിന്നീടാണ് അത്ഭുതദ്വീപിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയ ഒരു കാര്യമല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പുള്ള ഞാൻ ചെയ്ത സ്കിറ്റുകളിൽ, കോമഡി പ്രോഗ്രാമുകളിൽ, ചാനൽ പരിപാടികളിലൊക്കെ തന്നെ എന്നെപ്പോലെയുള്ള ഒരാൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ കയറാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള സ്കിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി പലരും എന്തെല്ലാം സാഹസിക പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പം ഞാൻ അതിലേക്ക് തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഏതാണ്ട് 3-4 ഭീകര ജീവികളോടൊപ്പം കണ്ണാടിക്കൂട്ടി കടന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കും, ഏതൊക്കെ ഭീകര ജീവി? അപ്പം ഞാൻ പറയും, പാറ്റ, പുൽച്ചാടി, ചിത്രശലഭം, എട്ടുകാലി, പല്ലി എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് പല്ലി, അതെൻ്റെ മുമ്പിൽ വന്നാൽ എൻ്റെ മുന്നിൽ അത് വന്ന് നിൽക്കുമ്പോൾ എനിക്കതിനെ ദിനോസറായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തമാശകളൊക്കെ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒടുവിൽ അയാൾ ചോദിക്കും, എങ്ങനെ എന്നിട്ട് നിങ്ങൾ ഗിന്നസ് ബുക്കിൽ കയറി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു വലിയ ബുക്ക് എടുത്ത് നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി എനിക്ക്, എന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെയാണ് ഗിന്നസ് ബുക്കിൽ കയറി. ഇതായിരുന്നു ക്ലൈമാക്സ്. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങനെയൊരു റെക്കോർഡ് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്.